ചെയ്തു തരാനല്ലേ നിന്നോട് പറഞ്ഞേ. ചെയ്. അഖിൽ, ഡോറ് തുറന്നേ. അഖിൽ, ആ ഡോറ് തുറക്കടി. പാർവതി, നീ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ അവളെ കൊണ്ടൊന്ന് മസാജ് ചെയ്യിക്കാൻ തുടങ്ങുമായിരുന്നു. പാർവതി, താൻ എനിക്കൊരു കോഫി ഇട്ടുക. അഖിൽ സാർ അങ്ങനെ പലതും പറയും. നീ അതൊക്കെ വെച്ചേച്ച് എനിക്കൊരു കോഫി ഇട്ടുക വേഗം. നീ അങ്ങനെ അങ്ങ് പോവാണോ നീ? അഖിൽ. പാർവതി, താൻ വാ. ആദി, വേറെ പ്ലാൻ വല്ലതും കണ്ടുവെച്ചോ? ഒന്നും കിട്ടുന്നില്ലടാ. ആ നിവിൻ, തനിക്ക് സുഖമല്ലേ? അതിൽ പുതിയ നേഴ്സ് വല്ലതും വന്നോ? അല്ല, പുതിയ നേഴ്സൊക്കെ വന്നാലല്ലേ ഹോസ്പിറ്റലിനൊരു പുരോഗതി ഉണ്ടാകൂ. പുതിയ നേഴ്സ്? ഓ, നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലേ. അത് പിന്നെ പുതിയ രീതികളൊക്കെ നിന്റെ ഫ്രണ്ടിനല്ലേ. ഇത്രയും നാളും മിസ്റ്റർ പെർഫെക്റ്റ് ആയിരുന്നു. ഇപ്പം മിസ്റ്റർ ഫ്രോഡ് ആകാനുള്ള തയ്യാറെടുപ്പില്ല. ഇയാൾക്കിതെന്താ? എന്റെ അടുത്തുനിന്ന് മാറി നിന്നോ, ഇല്ല കിട്ടു എന്റെ കയ്യിൽ നിന്ന്. ശരി ശരി. എന്തുവാടാ അങ്ങനെ പറഞ്ഞത്? ഡാ, ആ ഫോട്ടോ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ. ഞാനും പാർവതിയുമായി വേറെ എന്തോ റിലേഷൻ ആണെന്ന പുള്ളിയുടെ മൈൻഡിൽ. വേറെ എന്തോ റിലേഷൻ? പ്രേമമോ? അതായിരുന്നെങ്കിൽ പിന്നെയും പോട്ടെ. ഇത് എന്താടാ പറ. അവളും ഞാനും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പിലാണെന്ന് അങ്ങേര് വിചാരിച്ചിരിക്കുന്നത്. ആ, എന്തൊക്കെ കുരിശാണോ. ഡാ, ഇനി ഞാനറിയാതെ അങ്ങനെ വല്ല ഉണ്ടോ? ഡാ പന്നെ, എല്ലാം അറിയുന്ന നീ തന്നെ ഇങ്ങനെ പറയുന്നു. അല്ല, ഒരു നിമിഷത്തിൽ എന്തൊക്കെ മനുഷ്യന് തോന്നാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഞാനത് പറഞ്ഞേനെ. അങ്ങനെ വല്ല ഉണ്ടായിരുന്നെ നിന്നെ ഞാൻ ആദ്യം കൊന്നേനെ. ഒരു വേലക്കാരിയെ പ്രേമിക്കേണ്ട ഗതികേടൊന്നും നിനക്കില്ല. നീ വാ. നീയോ? ഹായ് അഖിൽ ചേട്ടാ. ഹായ് സെറീന, ഹൗ ആർ യു? ഐ എം ഗുഡ്. ചേട്ടൻ ഹോസ്പിറ്റലിൽ പോവാണോ? അതെ, എന്നാ ബൈ. താൻ ആദ്യമായി സംസാരിക്കേ. അത് ഞാൻ വന്നത് തനിക്ക് ഇഷ്ടമായെന്നറിയാം. ഇന്ന് തനിക്ക് ഓഫാണെന്ന് അറിഞ്ഞുകൊണ്ടാ ഞാൻ വന്നേ. എന്റെ പൊന്നു സെറീന, എനിക്ക് നല്ല തലവേദനയുണ്ട്. അതുകൊണ്ട് ഹാഫ് ഡേ ഞാൻ ലീവ് എടുത്തത്. ഇവിടെ വന്ന് കിടന്ന് എന്റെ തലവേദന കൂട്ടാതെ. ഓക്കെ ആദി, ഞാൻ ഇവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാനാ വന്നേ. തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ തനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്നോളാം ഇവിടെ. ചേട്ടത്തി, കുഞ്ഞോ? എന്താ സെറീന കുഞ്ഞ വന്നത്? ആദിക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെ ഐറ്റംസാ ഒന്ന് പറഞ്ഞേ. അതൊക്കെ ഉണ്ടാക്കാനാണോ? അതെ. മോള് വാ, പറഞ്ഞു തരാം. ഇതാരാ ചേട്ടത്തി? അത് ഇവിടുത്തെ പുതിയ സെർവന്റ്. എനിക്കൊരു കൈസഹായത്തിന് വന്നതാ. ഒരു വേലക്കാരിക്ക് ഇത്രയും സൗന്ദര്യമോ? ആദി എന്താ? ആദി വാ, ഫുഡ് കഴിക്കാം. എനിക്ക് വേണ്ട. ആദി വാ ആദി, പ്ലീസ്. ഇത് വലിയ ശല്യമായല്ലോ. വരാം. ചേട്ടത്തി, സെർവ് ചെയ്യാം. മോള് വിളമ്പിക്കാം. അയ്യോ ആദി, നീ എന്താ ചെയ്തേ? ഞാൻ അറിഞ്ഞോണ്ടല്ല മാഡം, എന്നോട് ക്ഷമിക്കണം. സാർ, എന്നോട് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാൻ നിന്റെ കണ്ണെവിടായിരുന്നടി? നീ കറി കോരി ഒഴിച്ച് ആദിയുടെ കൈ പൊള്ളിച്ചു. അയ്യോ സെറീന, മതി, നിർത്ത്. അവൾ അറിഞ്ഞോണ്ടല്ലോ പറഞ്ഞില്ലേ വിടരുത്. വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. അതിനിടയിൽ വീട്ടുകാരി ചമഞ്ഞ് വിളമ്പാൻ നിൽക്കരുത്. ഞാൻ അങ്ങനൊന്നും. ഓടിയപ്പുറത്ത്. മാഡം, പോകാൻ. ആദി കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. സാർ, താനോ? എന്നോട്
വിരോധം തോന്നരുത് സർ. ഞാൻ അറിഞ്ഞുണ്ടല്ല. ഏയ് അത് സാരമില്ല പാർവതി. സർ ദാ ഇത് കയ്യെ പുരട്ടിയാൽ മതി, നീറ്റല് മാറും. എന്താ ഇത്? വെണ്ണയാ. ആ, ഞാൻ മരുന്ന് പോരട്ടെ? ഉം, താൻ പൊക്കോ. ഞാൻ കാരണം. കുഴപ്പമൊന്നുമില്ല പാർവതി, താൻ ഉറക്കം വരുന്നില്ലല്ലോ. ഇത് പാർവതിയല്ലേ? ഇവളെന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്റെ മാധേവ, ഞാൻ അറിഞ്ഞുകൊണ്ടാർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതി സാറിന്റെ കയ്യിലെ പൊള്ളൽ ഞാൻ കാരണം ഉണ്ടായത്. അതിന് എന്നെ തന്നെ ശിക്ഷിക്കുവാൻ ഞാൻ. പാർവതി, ഞാൻ എന്തായി ചെയ്യുന്നേ? സർ, തനിക്കിതെന്ത് പറ്റി? സർ, ഞാൻ കാരണമാണ്. ഞാനൊരു അപശകുനവാ. അല്ലടോ. അതെ സർ, അമ്മായി പറയണ കൂട്ട് ഞാൻ ഉള്ളിടത്ത് സന്തോഷം ഉണ്ടാവില്ല. ഡോ, എന്റെ ഈ കൈ പൊള്ളിയനാണ് ഇതൊക്കെ പറയുന്നേ. എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല. ഡോ, ഡോ, താൻ കരയാതെ. പാറു, എന്റെ അച്ഛൻ വിളിക്കണ പോലെ സ്നേഹത്തോടെ എന്നെ ആരും ഇങ്ങനെ വിളിച്ചിട്ടില്ല. എന്റെ അച്ഛൻ ഉണ്ടായിരുന്നേ. പാറു, താൻ വിഷമിക്കാതെ. ഹാ, അയ്യോ ക്ഷമിക്കണം. ഞാൻ ശ്ശേ. അവളെ എനിക്ക് സംരക്ഷിക്കണമെന്നൊരു തോന്നൽ. എനിക്ക് എന്താ പറ്റിയേ? അവളോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നു. പാവം, അവക്കാരുമില്ല, ഒറ്റയ്ക്കാണ് അവൾ. ആരുമില്ലാത്ത ഒരു അനാഥ. അവളെ സംരക്ഷിക്കണം. എന്താ ആദി, നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെന്താ പ്ലേറ്റിന് മുന്നിൽ വെറുതെ ഇരിക്കുന്നേ? ഫുഡ് എടുത്ത് കഴിക്കാം. പാറുവിനെ കാണുന്നില്ലല്ലോ. ഇന്ന് രാവിലെ ടീ പോലും തരാൻ വന്നില്ല. ഇത് എവിടെ പോയി? ആദി മോനെ, എടുത്ത് കഴിക്കടാ. ഈ ചെക്കന് ഇതെന്തു പറ്റി? അവനിപ്പോ എവിടെങ്ങും അല്ലമ്മ, മറ്റൊരു ലോകത്താ. തന്നെ അങ്ങനെ? അമ്മ, ഇവനങ്ങനെ പലതും പറയും. സീരിയസ് ആയി എടുത്തോ. എന്നാലമ്മ കുറെ വെള്ളം കുടിക്കേണ്ടി വരും. ആദി, ദേ വേണ്ട കേട്ടോ. പോടാ. മതി മതി അഖിൽ, നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എഴുന്നേറ്റ് പോ. ആദി, നീ വല്ലതും കഴിക്കേ, ഞാൻ എഴുന്നേക്കോ. പാറു, ഒന്ന് വാ ഇങ്ങോട്ട്. നിന്നെ എനിക്കൊന്ന് കണ്ടാ മാത്രം മതി. പാറുവിനി ഇവിടെ ഇല്ലേ? വീട്ടിൽ വല്ലതും പോയോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഇപ്പൊ എങ്ങനെ അറിയും പാറു ഇവിടെ ഉണ്ടോ എന്ന്? ഒരു വഴിയുണ്ട്. ചേട്ടത്തി, എന്താ ആദി മോനെ? ചേട്ടത്തി, എനിക്കൊരു ജിഞ്ചർ ടീ വേണം. ഇപ്പൊ ഉണ്ടാക്കി തരാം. ചേട്ടത്തി വെറുതെ ബുദ്ധിമുട്ടണ്ട. ആ പുതിയ കൊച്ചില്ലേ പാർവതി, അവളോട് പറ ഇട്ട് കൊണ്ടുവരാൻ. ഓ, ആ കൊച്ചിന് വയ്യാന്ന്. അയ്യോ, വയ്യ, എന്തു പറ്റി? അതിന് വയറുവേദനയാ. നല്ല വേദനയാന്ന് തോന്നുന്നു. എണ്ണിക്കാൻ പോലും മേലാതിന്. മോനെ, എപ്പോ കൊണ്ടുവരാൻ ചായ? ഇനി വേണ്ട. അതന്നെ മോനെ. അത് എന്റെ മൂടങ്ങ് പോയി. ഈ മോന്റെ ഒരു കാര്യം. പാറുവിന് വയ്യല്ലോ. ഇനിയിപ്പോ എന്തായാലും കണ്ടേ പറ്റൂ. അമ്മയും പപ്പയും അഖിലും പോയി. ചേട്ടത്തി മാത്രമേ ഉള്ളൂ. നോക്കാം. സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഒരു ശബ്ദം? പാർവതി, സാർ. എന്താ തനിക്ക് വയ്യേ? അയ്യോ സാർ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതിനാ എനിക്ക് വന്നാൽ? അങ്ങനല്ല സാർ. താനിത് പിടിക്കേ. എന്താ അത്? വേദനയ്ക്കുള്ള ടാബ്ലറ്റ്, ഐ മീൻ മരുന്ന്. അയ്യോ എനിക്ക് വേണ്ട, ചൂട് പിടിച്ചോളാം. താനാ കൈ നീട്ട്. അയ്യോ വേണ്ട സാർ, ഇവിടെ വെച്ചോ, ഞാൻ എടുത്തോളാം. ശരി, എടുത്തു കഴിക്കണം. ശരി, ഞാൻ പോട്ടെ. പോവാ.
പിന്നെ ഞാൻ ഈവനിങ് വരുമ്പോൾ താൻ ഉഷാറായിരിക്കണം. ഓക്കെ? ഉം, താനിങ്ങനെ മൂടാതെ എന്തേലും പറ. എനിക്ക് വയ്യ സാർ, ഞാനൊന്ന് കിടന്നോട്ടെ. അയ്യോ കിടന്ന, ഞാൻ ഓർത്തില്ല. ആ ടാബ്ലറ്റ് ഇപ്പൊ തന്നെ കഴിച്ചു. ശരി, എന്നാ പോവാ. അതി, തന്റെ കൈക്ക് എങ്ങനുണ്ട്? കഴിക്കെന്താ? ഒന്നുമില്ലടാ. ഒന്നുമില്ലെന്നോ? നീ ഇത് കേക്ക് നിവിൻ. ഞാൻ ആദ്യക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യാൻ വന്നപ്പോ ആ വേലക്കാരി പെണ്ണ് വന്ന് ചൂടുള്ള കറി ആദ്യയുടെ കയ്യിലൊഴിച്ചു. സെറീന, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ഇത് നന്നായി പൊള്ളിയല്ലോ. അതേ നിവിൻ, അവൾ വീട്ടുകാരി ചമ്മഞ്ഞ് വിളമ്പാൻ നോക്കിയതാ. എന്തോന്നാ സെറീന ഇത്? അവൾ ശരിയായിരിക്കും പറഞ്ഞത്. നീ എന്തറിഞ്ഞിട്ടാ നീ? ആ കൊച്ചു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇവൾ കറി വിളമ്പിയപ്പോ അതിന്റെ കൈ അറിയാതെ ഒന്ന് തട്ടി, അത്രേ ഉള്ളൂ. അങ്ങനല്ല. മതി സെറീന, നീ പോ. ആദി, പോകാൻ. നീ എന്തിനാ ആദി ആ വേലക്കാരിയെ സപ്പോർട്ട് ചെയ്യുന്നത്? പറഞ്ഞത് കേട്ടിട്ട് സെറീന പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. നീ കണ്ടോ? ഇല്ലല്ലോ. നീ ദേഷ്യപ്പെടാതെ, അത് വിട്. എന്താ കുഞ്ഞേ ചായ? ആറു ചായ കൊണ്ടുവരുമെന്ന ഞാൻ കരുതിയത്. അവൾക്ക് സുഖമായില്ലേ? ചേട്ടത്തി, പാർവതിയുടെ സുഖമായില്ലേ ആ കുട്ടിക്ക്? ആ, സുഖമായി മോനെ. എവിടെ അവൾ? എവിടെ അവളെന്ന് ചോദിച്ചാൽ ശരിയാകില്ല. ഒന്ന് വന്നിരുന്നേൽ. ചേട്ടത്തി, ഇതെവിടെയാ വെക്കുക? പാറു,